ടീം വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോവുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. തിരുവനന്തപുരം സെൻട്രൽ ഇപ്പോൾ തന്നെ അണികളെയും പ്രവർത്തകരെയും കൊണ്ട് നിറഞ്ഞു എന്നതാണ് സാഹചര്യം. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും അണികളുമെല്ലാം തിരുവനന്തപുരത്തേക്ക് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്നതാണ്. ഇനി ഇതാ മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോൾ സമയം 9:11 ആയിരിക്കുന്നു. 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ ആകാശ ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ വേദിയിലോ സദസ്സിലോ ഒക്കെയായി ഉള്ള ആളുകൾക്കപ്പുറത്ത് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകർ ആ വേദിക്കും സദസ്സിനുമൊക്കെ പരിസരത്ത് പോലും തടിച്ചുകൂടിയിരിക്കുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ആഘോഷമാക്കി മാറ്റുകയാണ് വി ഡി സതീശൻ മന്ത്രിസഭയുടെ ചുമതലയേൽക്കൽ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന് അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ആണ്. പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു കഴിഞ്ഞ 2-3 ദിവസമായി. മഴ പെയ്യുവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് വലിയ പന്തൽ ആണ് ഈ പ്രവർത്തകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അവിടങ്ങളിലെല്ലാം അതായത് സജ്ജീകരിച്ചിട്ടുള്ള സീറ്റുകൾ തികയാതെ വന്നേക്കാം എന്ന സൂചനകളെ തുടർന്ന് കൂടുതൽ സീറ്റ് സൗകര്യം അടക്കം ഒരുക്കിക്കൊണ്ട് കൂടുതൽ പ്രവർത്തകർക്ക് എത്താൻ പറ്റുന്ന തരത്തിലുള്ള വിപുലമായ ഗതാഗത ക്രമീകരണം അടക്കം ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പലർക്കും ഇപ്പോൾ പ്രവേശിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ആണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ധർമ്മടത്ത് പിണറായി വിജയനെ വോട്ടെണ്ണൽ മണിക്കൂറുകളിൽ വിറപ്പിച്ച എതിർ സ്ഥാനാർത്ഥി അടക്കം ഉള്ളവർ ഇപ്പോഴിതാ സദസ്സിന് അടുത്തേക്ക് നീങ്ങുന്നു. അബ്ദുൾ റഷീദ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇതാ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ മുൻനിരയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. രാവിലെ മുതൽ, അതായത് ഇന്ന് രാവിലെ ഏതാണ്ട് 6 മണി മുതൽ ഈ വേദിക്കരികിലേക്ക് ആളുകൾ എത്തിയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അങ്ങനെ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഏറ്റവും മുന്നിൽ ഇരുന്നു കൊണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഇതാ നിയുക്ത MLA മാരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ജയന്ത് ഉൾപ്പെടെയുള്ളവർ നിയുക്ത MLA-മാർ അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് അടുത്ത ദിവസമാണ്. നിയമസഭാ സമ്മേളനം ആരംഭിച്ച് 21-ാം തീയതി സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇപ്പോൾ നിയുക്ത MLA-മാരുടെ നിര നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ നേരിട്ട് എത്തിയായിരുന്നു ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തുകയും ചെയ്തത്. അങ്ങനെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇപ്പോഴിതാ അടൂർ പ്രകാശ്, നമുക്ക് വേദിയിലേക്ക് അടൂർ പ്രകാശ് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടക്കം കാണാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ സത്യപ്രതിജ്ഞ പ്രോട്ടോക്കോളിലടക്കം വിവാദം ഉണ്ടാകുന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് തമിഴ്നാടിൻ്റെയും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ പലപ്പോഴായി പല നേതാക്കളെയും നമ്മൾ വേദിയിൽ കാണാറുണ്ട്. അതിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പങ്കെടുത്ത സത്യപ്രതിജ്ഞാ ചടങ്ങ് അടക്കമുണ്ട്. പക്ഷേ ഇവിടെ നിലവിൽ ഇപ്പോൾ ഗവർണർ അനുവദിക്കുന്നത് നിയുക്ത മന്ത്രിമാർ, മുഖ്യമന്ത്രി, ചീഫ് സെക്രട്ടറി ഇവർക്കപ്പുറത്ത് വേദിയിൽ മറ്റാർക്കും ഇരിപ്പിടം നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. ഒപ്പം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട്. വയനാട്ടിൽ നിന്നുകൂടിയുള്ള MP ആയിട്ടുള്ള AICC-യുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഈ ചടങ്ങിനുണ്ട്. മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലെ അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട VVIP-കൾ എന്ന് പറയാം. പക്ഷേ ഈ VVIP-കൾക്ക് ഉൾപ്പെടെ സദസ്സിൽ ഇടം നൽകില്ല, വേദിയിൽ ഇടം നൽകില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം മുൻനിരയിൽ തന്നെ ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് വേദിയുടെ മുൻനിരയിൽ കുറേയേറെ ചെയറുകൾ ക്രമീകരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്രോട്ടോകോൾ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഒരുപക്ഷെ അവർക്കുള്ള ഇരിപ്പിടങ്ങളാകാം. അതോടൊപ്പം തന്നെ നിലവിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്ക് ആ വേദിയിൽ ഇരിപ്പിടങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിൽ വലിയ ക്രമീകരണം ഇതാ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഈ വേദിയിലേക്ക്, ഇപ്പോൾ കണ്ട വേദിയിലേക്കാണ് ഇപ്പോൾ ഇതാ നിയുക്ത ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് സത്യപ്രതിജ്ഞയ്ക്കായി ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന്
അവിടെയുണ്ടായിരുന്ന ഓപ്ഷനുകളിൽ ഒന്നുകൂടിയായിരുന്നു രമേശ് ചെന്നിത്തല എന്നതാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തിലെ ഏറ്റവും കൗതുകകരമാകുന്ന മറ്റൊരു കാഴ്ച കൂടിയാണിത്. ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന പദവി അലങ്കരിച്ച രമേശ് ചെന്നിത്തല 4 പതിറ്റാണ്ടിന് ശേഷം വീണ്ടും മന്ത്രിസഭയുടെ ഭാഗമാകുന്നു എന്നതാണ്. അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മന്ത്രി കസേരയിൽ എത്തിയ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. പിന്നീട് നമുക്കറിയാം MP ആയി ഉൾപ്പെടെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന തരത്തിൽ തന്നെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിങ്ങനെയുള്ള 2 പേരുകളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ടത്. ഇപ്പോൾ നമുക്ക് അടൂർ പ്രകാശ് ഉൾപ്പെടെ വേദിയിൽ തന്നെ ഇരിപ്പിടം ഉറപ്പിച്ചിരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ എല്ലാ നേതാക്കളും വേദിയിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. ഗവർണർ നൽകിയിട്ടുള്ള നിർദ്ദേശത്തെ എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും ഉൾക്കൊണ്ടിട്ടുണ്ടാവുക എന്നതിൽ അല്പസമയം കൂടി കഴിഞ്ഞാൽ മാത്രമേ വ്യക്തത കൈവരികയുള്ളൂ. ഒരുപക്ഷെ നേതാക്കൾ നേരത്തെ വേദിയിൽ വന്ന് പിന്നീട് മടങ്ങുകയാണോ, അതിനപ്പുറത്ത് നേതാക്കൾ വേദിയിൽ തുടരുക തന്നെ ചെയ്യുമെന്ന നിലപാടിൽ ആണോ എന്നതിൽ ഉൾപ്പെടെ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്താണെങ്കിലും പ്രോട്ടോകോൾ പ്രകാരം ഉള്ള ഇരിപ്പിടങ്ങൾ അനുവദിക്കില്ല എന്നതാണ്. കാരണം ഇത് സത്യപ്രതിജ്ഞാ ചടങ്ങാണ് എന്നതാണ് ഗവർണറുടെ നിലപാട്. ഇപ്പോഴിതാ നിയുക്ത മന്ത്രിമാർ ഓരോരുത്തരായി ഈ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുന്നുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് തുടക്കം ആവുകയാണ്. 10 മണിയോടുകൂടിയാണ് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇപ്പോൾ ഓരോരുത്തരായി ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട അതിഥികളും എല്ലാവരും തന്നെ എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തുന്നു. ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്ന് അടക്കമുള്ള ദൃശ്യങ്ങൾ നമുക്കറിയാം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ചടങ്ങിൽ എത്തില്ല എന്നതാണ് വിവരം. കർണാടകവും തെലങ്കാനയും ഹിമാചലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ആണ് നേതാക്കൾ എത്തുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തുന്നുണ്ട്. നമുക്ക് സിനിമാ മേഖലയിൽപ്പെട്ട ആളുകളെ ഉൾപ്പെടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. അങ്ങനെ വലിയ ആൾക്കൂട്ടവും ആൾത്തിരക്കുമായി മാറുന്നുണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്നതാണ്. ഒരുപക്ഷെ പതിറ്റാണ്ടിന് ശേഷം ആണ് UDF അധികാരത്തിലേക്ക് എത്തുന്നത്. സാധാരണ കേരളത്തിൽ 5 വർഷം തോറും UDF LDF സർക്കാരുകൾ മാറി മാറി ഭരിക്കുന്ന സാഹചര്യമാണ്. ഇടയ്ക്ക് സർക്കാർ കാലാവധി പൂർത്തിയാക്കാതെ പോയി അത്തരത്തിൽ ഭരണവും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ആദ്യമായാണ് ഒരു മുന്നണി 10 വർഷം തുടർച്ചയായി കേരളത്തിൽ അധികാരത്തിലിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് UDFിൻ്റെ മടങ്ങിവരവാണ്, കോൺഗ്രസിൻ്റെ മടങ്ങിവരവാണ്. ആ ഒരു ആവേശം അണികളിലും പ്രവർത്തകരിലുമൊക്കെ ഉണ്ട് എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.